ഹലോ ഫ്രണ്ട്സ്. ഡയറക്ടർ ഗൗതം ടിൻവാരി സംവിധാനം ചെയ്ത 2025 റിലീസായ തെലുങ്ക് മൂവിയാണ് കിങ്ഡം. ചിത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ 1990കളിൽ തൻ്റെ സഹോദരൻ ശിവയെ കാണാതായതിനെ തുടർന്ന് മാനസികമായി അലട്ടുന്ന ഒരു പോലീസ് കോൺസ്റ്റബിളായ സൂര്യയെ പരിചയപ്പെടുത്തുന്നു. 1920കളിൽ ബ്രിട്ടീഷ് അടിച്ചമർത്തലിൽ നിന്ന് രക്ഷപ്പെട്ട് ശ്രീലങ്കയിലെ വിദൂര ദ്വീപായ ദിവിയിൽ ഒരു ചെറിയ സമൂഹം കുടിയേറിയെന്ന് ഫ്ലാഷ് ബാക്കുകൾ വെളിപ്പെടുത്തുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു കള്ളക്കടത്ത് സംഘത്തിൻ്റെ ക്രൂരമായ നിയന്ത്രണത്തിലായിരിക്കുകയാണ് അവർ. ഒരു ഇന്ത്യൻ അന്വേഷണ ഏജൻസി സൂര്യയെ രഹസ്യദൗത്യത്തിനായി തിരഞ്ഞെടുക്കുന്നു. കാണാതായ സഹോദരൻ ശിവ ഇപ്പോൾ കള്ളക്കടത്ത് സംഘത്തിലെ ഒരു പ്രധാന നേതാവാണെന്ന് അവർ കണ്ടെത്തിയതിനെ തുടർന്ന് ശ്രീലങ്കയിലെ ജാഫ്നയിലെ കള്ളക്കടത്ത് പ്രവർത്തനങ്ങളിൽ നുഴഞ്ഞുകയറാൻ സൂര്യയെ ചുമതലപ്പെടുത്തുന്നു. സഹോദരനെ കണ്ടെത്താനുള്ള ആഗ്രഹം കാരണം സൂര്യ ദൗത്യം ഏറ്റെടുക്കുന്നു. അദ്ദേഹം വിജയകരമായി കള്ളക്കടത്ത് സംഘത്തിൽ നുഴഞ്ഞു കയറുകയും കള്ളക്കടത്ത് ലോകത്തെ ഒരു ശക്തനായ വ്യക്തിയായി മാറിയ ശിവയുമായി വീണ്ടും ഒന്നിക്കുകയും ചെയ്യുന്നു. സൂര്യ തൻ്റെ കടമയോട് പ്രതിജ്ഞാബദ്ധനും ശിവ ക്രിമിനൽ ലോകത്ത് ആഴത്തിൽ വേരൂന്നിയവനായും കാണപ്പെടുന്നു. സിനിമയുടെ രണ്ടാം പകുതിയിൽ കഥാപാത്രങ്ങളുടെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും സൂര്യയും ദ്വീപ് നിവാസികളും തമ്മിലുള്ള ഒരു പുരാതന ബന്ധം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രധാന സംഘർഷത്തിലേക്ക് കഥ നീങ്ങുന്നു. ഡോക്ടർ മധുവിൻ്റെ സഹായത്തോടെ സൂര്യ രഹസ്യമായി കള്ളക്കടത്ത് സംഘത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതേസമയം കള്ളക്കടത്ത് സംഘത്തിൻ്റെ പുതിയ നേതാവായ മുരുകൻ കൂടുതൽ സംശയാലുവായി മാറുകയും ശിവ ഒരു കുറ്റക്കാരനാണെന്ന് കരുതുകയും ചെയ്യുന്നു. മുരുകൻ ഈ സാമ്രാജ്യത്തിൻ്റെ സ്ഥാനത്തിനായി തൻ്റെ പിതാവിനെ തന്നെ കൊന്ന് ആ സ്ഥാനം കൈയടക്കുന്നു. ഒരു പ്രത്യേക ടാറ്റു ഉള്ള ഒരു രക്ഷകൻ ഒരു ദിവസം അവരെ മോചിപ്പിക്കുമെന്ന് ദ്വീപ് നിവാസികളുടെ പുരാതന പ്രവചനങ്ങൾ പറയുന്നു. ദ്വീപിലെ ഒരു വൃദ്ധ സൂര്യയെ ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി തിരിച്ചറിയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അതുല്യമായ ഒരു ടാറ്റു ഉണ്ട്. സൂര്യ അവരുടെ അവസാന രാജാവിൻ്റെ പുനർജന്മമാണെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. അതേസമയം സൂര്യയും ശിവയും തമ്മിലുള്ള പിരിമുറുക്കം മൂർച്ഛിക്കുന്നു. സൂര്യ ഒരു രഹസ്യ ഏജന്റാണെന്ന് ശിവ കണ്ടെത്തുന്നു. സൂര്യ ഒരു ചാരനാണെന്ന് സമ്മതിച്ചതിന് ശേഷം മുരുകൻ ശിവയെ ക്രൂരമായി പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. സിനിമയുടെ അവസാന ഭാഗത്തിൽ സഹോദരൻ്റെ മരണത്തിലും മുരുകൻ ദ്വീപ് നിവാസികളെ കൂട്ടക്കൊല ചെയ്തതിലും രോഷാകുലനായ സൂര്യ തൻ്റെ മുഴുവൻ കഴിവുകളും പ്രയോജനപ്പെടുത്തുന്നു. അദ്ദേഹം പോലീസ് വേഷം ഉപേക്ഷിച്ച് മുരുകനെതിരെ പോരാടാനും ദ്വീപിലെ ജനങ്ങളെ മോചിപ്പിക്കാനായി ആയുധമെടുക്കുകയും ചെയ്യുന്നു. ഒരു തീവ്രമായ അന്തിമ പോരാട്ടത്തിന് ശേഷം സൂര്യ മുരുകനെ കൊല്ലുകയും പുരാതന പ്രവചനം നിറവേറ്റുകയും ചെയ്യുന്നു. ദ്വീപിലെ ജനങ്ങൾ അദ്ദേഹത്തെ തങ്ങളുടെ പുനർജനിച്ച രാജാവായി അവർ അംഗീകരിക്കുന്നതോടെ ഈ സിനിമ അവസാനിക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള മൂവീസ് ആൻഡ് സ്റ്റോറി എക്സ്പ്ലനേഷൻ അറിയാൻ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.